നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഊണിടാൻ വേണ്ടി പോണ് ഞങ്ങൾ ഇപ്പോഴാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ നേരത്തെ കഴിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടോ. ഊണുണ്ണാത്തവർ ഓടിപ്പോരെ നമ്മുടെ പെരുന്നാൾ ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇലയിലൊക്കെ പൊതിഞ്ഞ് ചോറൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് ഞാൻ കുറേ പറഞ്ഞപ്പോൾ ഗ്രാൻഡ് മദർ പോയി വാഴയിലൊക്കെ വെട്ടി അത് വാട്ടിയെടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ചോറുണ്ണാൻ പോകുന്നത് കൊണ്ട് പേപ്പറൊന്നും പൊതിഞ്ഞില്ല കേട്ടോ. അപ്പം നന്നുക്കുട്ടൻ ഇങ്ങനെ ആകാംക്ഷയായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പൊതിച്ചോറ് എന്നാന്ന് നോക്കാം കേട്ടോ. നല്ല മണമുണ്ട് വാട്ടേൻ്റെ വാഴയിലയുടെ. അതിന് തന്നെ മുട്ടയുടെ ഒരു പീസുള്ളത്. മുട്ട പൊരിച്ചതുണ്ട്, പിന്നെ വഴുതിനിങ്ങ തോരനുണ്ട്, മാങ്ങാച്ചാറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാറുകറി അതിനകത്ത് ഒഴിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അത് വെച്ചില്ല. അപ്പം ചാറുകറി എന്താണെന്നറിയാവോ? ഇന്ന് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മാമ്പഴത്തിന് ഒത്തിരി സീസണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഈ പാത്രത്തിനകത്തേക്ക് ഇലക്കകത്ത് ഒഴിച്ചാൽ പോകുമല്ലോ. അപ്പോൾ അത് കാരണം ഒഴിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ചിക്കനുണ്ട്. അപ്പോൾ ചിക്കൻ നന്നുകൂടെ മാമ്പഴത്തിൻ്റെ കൂടെ വേണ്ടെന്നാണ് പറഞ്ഞത്. ആദ്യം മാമ്പഴ പുളിശ്ശേരി കൂട്ടി കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ വേണ്ട. അപ്പം മാമ്പഴ പുളിശ്ശേരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ ചോറുണ്ടോ? ചോറുണ്ണാത്തവരുണ്ട് ഓടിപ്പോരെ, നമുക്കൊന്നിച്ചിരുന്ന് ചോറിടാം. അപ്പം നന്നുക്കുട്ടൻ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പം നന്നുക്കുട്ടൻ ഇച്ചിരി ചാറ് കൂട്ടി ഒന്ന് കഴിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു ഉരുള തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പൊതിച്ചോറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കെ.